ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക ഹലുവയാണ്. അതിന് 10-25 ചക്കയുടെ ചുള കുരുകളഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുത്തത്, പിന്നെ വെല്ലത്തിൻ്റെ 5 വെല്ലം ഉരുക്കിയെടുത്ത അരിച്ചെടുത്തിട്ടുള്ള വെല്ലത്തിൻ്റെ ജ്യൂസിലാണ് ഇത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തത്. ഇതിലേക്ക് ഇടാം. രണ്ട് ടീസ്പൂണോളം മൈദപ്പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിൽ അടിക്കുമ്പോൾ പിന്നെ 5 ഏലക്കായ, ഒരു കഷ്ണം ചുക്ക്, അത് വെല്ലം ഉരുക്കുമ്പോൾ അതിൽ ചേർത്തിട്ടാണ് ഉരുക്കിക്കുന്നത്. എന്നിട്ട് അത് അരിച്ചെടുത്തിട്ടാണ് ജ്യൂസ് ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ളത്. ജ്യൂസ് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുള്ളത്. അതിലേക്കാണ് 2 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ടുള്ളത്. വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കണം. ഇത് നന്നായി ഇളക്കി. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിക്കുകയും ചെയ്യണം. നെയ്യ് ഒഴിക്കും വേണം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി മതി. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ വീതം നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഇളക്കി വറ്റിച്ചെടുക്കാം. അടി പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് വറ്റിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചിങ്ങനെ വറ്റിച്ചെടുക്കണം. വെള്ളം ഇങ്ങനെ വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് പൊടിച്ച അണ്ടിപ്പരിപ്പിൻ്റെ പൊടിയിടാം. രുചി കൂടും. പിന്നെ വിട്ട് വരുന്ന പരുവാണ് ഇതിൻ്റെ പാത്രത്തിൽ നിന്ന് അങ്ങനെ വിട്ട് വരണം. ഉരുണ്ട് വരണം. ഈ വിട്ട് വരുന്ന പരുവാണ് ഇതിൻ്റെ പാകം. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു പാത്രത്തിലേക്ക് ഇത്
പരത്തി പാത്രത്തിലൊന്ന് നെയ്മയം പുരട്ടുക. അതിനുശേഷം ഇത് പാത്രത്തിലേക്ക് ഇടാം. ഇതാണ് അതിൻ്റെ പാകം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.